നമസ്കാരം. നിങ്ങൾക്കൊരു വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണോ ആവശ്യം? വെറും 65,000 രൂപയോടൊപ്പം 20,000 രൂപ കൂടി അധികമായി കൊടുത്താൽ ഗവൺമെന്റ് അറ്റസ്റ്റേഷനോട് കൂടിയ സർട്ടിഫിക്കറ്റ് ലഭിക്കും. സംശയിക്കേണ്ട, ഇത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. കേരള ഫയൽസിലേക്ക് സ്വാഗതം. 91-ൽ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമായി കേരളം പ്രഖ്യാപിക്കപ്പെട്ടു. 100% സാക്ഷരത നേടിയെന്ന് കേരളം അവകാശപ്പെടുമ്പോഴും അതിനുള്ള യോഗ്യത കേരളത്തിനുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തൃശൂർ ഡിസ്ട്രിക്റ്റിൽ കുന്നംകുളം മാരത്താങ്കോട് സ്ഥിതി ചെയ്യുന്ന ഉത്തമൻസ് കോളേജിൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു എന്നുള്ള വിവരത്തെ തുടർന്ന് കേരള ഫയൽസിന്റെ റിപ്പോർട്ടേഴ്സ് നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചത്. 65,000 രൂപ കൊടുത്താൽ 3 വർഷത്തെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നൽകാമെന്നും വേണമെങ്കിൽ 5 വർഷം മുമ്പേ തന്നെ പാസ്സായി എന്ന രീതിയിൽ സർട്ടിഫിക്കറ്റ് നൽകാമെന്നും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2 ഇയർ MBA ഞാൻ എഴുതി. പ്രൂഫല്ലേ? ഗവൺമെന്റ് വെരിഫിക്കേഷൻ ചെയ്ത ഓൺലൈനിൽ പഴയ ഇയർ എങ്ങനെ സെറ്റ് ചെയ്യുന്നത്? ഇയർ 5 ഇയേഴ്സ് ബാക്ക് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ മറ്റേ 75,000 രൂപ അടച്ചാൽ അടയ്ക്കുന്ന അതേ ദിവസം തന്നെ BBA എക്സാം എഴുതാമെന്നും വീട്ടിലിരുന്ന് തന്നെ എക്സാം എഴുതാമെന്നുള്ളതും ക്വസ്റ്റ്യനോടൊപ്പം തന്നെ ആൻസർ നൽകാമെന്നും അവർ പറയുകയുണ്ടായി. വീട്ടിൽ നിന്ന് എഴുതിയാൽ ഇവിടെ 2 പ്രാവശ്യം പറഞ്ഞു. ഗവൺമെന്റ് രജിസ്റ്റർ സൈൻ ചെയ്യാൻ ഞാൻ എക്സാം എഴുതിയ പ്രൂഫ് വേണ്ടേ? അത് വെരിഫൈ ചെയ്തു. ശരി. ഈ രീതിയിൽ ഇവിടെ നിന്നും സർട്ടിഫിക്കറ്റ് എടുത്തവർ പലരും ICICI ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക്, ഫെഡറൽ ബാങ്ക് തുടങ്ങിയ ബാങ്കുകളിൽ മാനേജർ പോസ്റ്റുകളിൽ ഇരിക്കുന്നുണ്ടെന്ന് ഇതിന്റെ നടത്തിപ്പുകാരൻ കൂടിയായ ജോൺ തന്നെ വെളിപ്പെടുത്തി. കോപ്പറേറ്റീവ് ബാങ്കുകളിലൊന്നും കയറാൻ പറ്റില്ല. കോപ്പറേറ്റീവ് ബാങ്കുകളിലെ ആൾക്കാർ കയറുന്നുണ്ട്. BBA കോപ്പറേറ്റീവ് മാനേജ്മെന്റ് സെപ്പറേറ്റ് പേപ്പറിൽ തരുന്നത്. ഇവിടുന്ന് ഈ ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോപ്പറേറ്റീവ് എക്സാം എഴുതാമോ ബാങ്കിൽ? എല്ലാം എഴുതാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൊച്ചിനെ എഴുതി. ഇവിടുത്തെ കുട്ടികൾ അധികം വർക്ക് ചെയ്യുന്നത് SBI, കനറ, HDFC, ICICI, ഫെഡറൽ ബാങ്ക്, ഈവൻ മാനേജേഴ്സ്. ഈ വിധത്തിൽ തരപ്പെടുത്തുന്ന സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് കേരള കോപ്പറേറ്റീവ് ബാങ്കിൽ പോലും ജോലി ചെയ്യാമെന്ന് ഇതിന്റെ നടത്തിപ്പുകാരനായ ജോൺ അവകാശപ്പെടുന്നു. സർട്ടിഫിക്കറ്റിനായി നൽകുന്ന തുകയുടെ ഭൂരിഭാഗവും വകുപ്പ് തല കേന്ദ്ര മന്ത്രിമാരുടെ കൈകളിലേക്കാണ് എത്തുന്നതെന്നാണ് നടത്തിപ്പുകാരൻ കൂടിയായ ജോൺ ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സിനോട് പറഞ്ഞിരിക്കുന്നത്. ഗവൺമെന്റ് ആൻഡ് UGC അപ്രൂവ്ഡ്. UGC എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ, സെൻട്രൽ ഗവൺമെന്റ്. ഇത് സ്റ്റേറ്റ് ഗവൺമെന്റ്. എനിക്ക് തോന്നുന്നു ഇതിന് പൈസ ഒക്കെ കുറെ മന്ത്രിമാർക്കും ചെലവുണ്ട് പോകും. മന്ത്രിമാരെ കൊണ്ടുപോകണം. ഉത്തമൻസ് കോളേജിൽ നിന്ന് നൽകിയ സർട്ടിഫിക്കറ്റ് കാരണം ഖത്തർ എയർവേസിലെ ജോലി നഷ്ടപ്പെട്ട ജയൻ നമ്മളോടൊപ്പം ചേരുന്നു. ജോലിയടക്കം ഇതായി പോയി. ഞാൻ എൻ്റെ കമ്പനിയിൽ ഖത്തർ എയർവേസിൽ ജോലി ചെയ്യുന്ന കുറെ ആൾക്കാർക്ക് ഈ സംഭവം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒറിജിനലാണെന്ന് വിചാരിച്ചത്. പക്ഷെ ഖത്തർ എയർവേസ് എന്താ പറയാ, അവര് ഇതിങ്ങനെ സംഭവം പബ്ലിഷ് ആക്കില്ലല്ലോ. പക്ഷെ ആൾക്കാരനൊക്കെ അവര് ടെർമിനേറ്റ് ചെയ്തു ഈ ഒരു കാര്യം കൊണ്ട്. ഇപ്പോഴും ഇത്തരം വ്യാജന്മാരെ സഹായിക്കുന്ന ഭരണ സംവിധാനം മാറ്റി എഴുതേണ്ട സമയമായി.